അടുത്ത നമുക്ക് സ്ട്രക്ചേഴ്സ് ആൻഡ് യൂണിയൻ എന്താന്ന് നോക്കാം. ഓക്കെ, സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പാണ് ശരിക്കും. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ നമുക്ക് സാധാരണയുള്ള പിന്നെ ഡാറ്റ ടൈപ്പുകൾ അറിയാമല്ലേ. നമ്മുടെ കയ്യിൽ ഇൻഡെക്സ് ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു, ഇൻഡെക്സ് അല്ലേ. അപ്പോൾ ഇൻഡെക്സ് എന്ന് ഡിക്ലെയർ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതല്ലെങ്കിൽ ഫ്ലോട്ട് വൈ. ഓക്കെ, ഫ്ലോട്ട് വൈ, ഇൻഡെക്സ് ഫ്ലോട്ട് വൈ ഒക്കെ ഡിക്ലെയർ ചെയ്യുമ്പോൾ നമുക്ക് സംഭവിക്കണം എന്താ വെച്ചാൽ നമ്മുടെ റാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, റാമിലേക്ക് തിരിച്ചു റാൻഡം ആക്സസ് മെമ്മറി ലൈക്ക് 2 GB 4 GB ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ ആദ്യത്തെ സ്ഥലങ്ങളൊക്കെ മിക്കവാറും ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ടാവും. ഉപരാവശ്യത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, വിൻഡോസോ ലിനക്സോ മാക്കാറച്ച് യൂസ് ചെയ്യുന്നുണ്ടാവും. പിന്നെ ആവശ്യമുള്ള സ്ഥലങ്ങൾ ഇവിടെ ഉണ്ടാവും. ഓരോ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിനുവേണ്ടി സ്പേസ് അലോട്ട് ചെയ്യും. ഉപയോഗിച്ച് കഴിഞ്ഞാൽ തിരിച്ചെന്ത് ചെയ്യും, റിമൂവ് ആയിട്ട് കൊടുക്കും. പിന്നെ അങ്ങനെയാണ് എൻ്റെ സിസ്റ്റം വർക്ക് ചെയ്യുക. പിന്നെ ഇവിടെ നമ്മളൊരു ഇൻഡെക്സ് ഡിക്ലെയർ ചെയ്ത് നമ്മൾ കോഡിങ് റൺ ചെയ്യുക, മെയിൻ ഫംഗ്ഷനിൽ റൺ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഈ ഒരു ലൈനെത്തുമ്പോൾ നമുക്ക് എന്ത് വേണം, എക്സിന് ഡിക്ലറേഷൻ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, എക്സിന് വേണ്ടി ഇവിടെ ഒരു സ്ഥലം അലോട്ട് ചെയ്യും അല്ലേ. സിമിലർലി വൈക്ക് വേണ്ടി അടുത്ത സ്ഥലം അലോട്ട് ചെയ്യും. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത് x=10 എന്നൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, എക്സിൻ്റെ അകത്തൊരു വാല്യൂ എന്ത് ചെയ്യും, അസൈൻ ചെയ്യും. വൈൻ്റെ അകത്ത് വാല്യൂ കൊടുക്കാൻ പറഞ്ഞാൽ വൈൻ്റെ അകത്ത് വാല്യൂ അസൈൻ ചെയ്യും, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് സ്വന്തമായിട്ട് എന്ത് ഈ ഇൻഡിയൻ ഫ്ലോട്ടിനെ കൂട്ടി പിടിച്ചിട്ട് നമുക്ക് പുതിയൊരു ഡാറ്റ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എപ്പോഴാണ് അത് ആവശ്യം വരിക, നമ്മൾ പറയുന്നത് നമുക്ക് സ്റ്റുഡൻറ്റ് എന്നുള്ളൊരു സാധനമാണ്. സ്റ്റുഡൻറ്റ് എന്നുള്ളൊരു ടൈപ്പ്. ഓക്കെ, ഇതിൻ്റെ പേരെന്താ, സ്റ്റുഡൻറ്റ്. ഈ സ്റ്റുഡൻറ്റിൻ്റെ അകത്ത് സ്റ്റുഡൻറ്റിൻ്റെ ID ഉണ്ട്. ഓക്കെ, സർ റോൾ നമ്പർ ഉണ്ട്, അല്ലെങ്കിൽ നെയിം ഉണ്ട്. 2-3 കാര്യങ്ങളുണ്ട്. ഇതിനെല്ലാം കൂട്ടിപ്പിടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് സ്വന്തമായിട്ടൊരു പുതിയ ഡാറ്റ ടൈപ്പ്, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡാറ്റ ടൈപ്പുകളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യണം, പുതിയ ഒരാളെ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഉള്ളൊരു എളുപ്പവഴിയാണിത്. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഇതിന് സ്റ്റുഡൻറ്റ്, ഇതിൻ്റെ ടൈപ്പ് ഏതൊക്കെയാണ്. അപ്പം ID-യുടെ എന്താണ് ടൈപ്പ്, ഇൻ്റാണ്. റോൾ നമ്പറിൻ്റെ ടൈപ്പ് ഇൻ്റാണ്. നെയിമിന് എന്താണ് വേരിയബിൾ ക്യാരക്ടർ അല്ലേ, ക്യാരക്ടർ ആരേ ആയിരിക്കും. അപ്പോൾ ക്യാരക്ടർ ആരേ ഓഫ് നമ്മൾ ക്യാരക്ടർ ആരേ ഓഫ് 20. അപ്പോൾ ഇങ്ങനെ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്പോൾ ഇതിനൊരു പേരും കൊടുക്കും. അപ്പോൾ ഞാനിതിന് എന്ത് ചെയ്തു, സ്റ്റുഡൻറ്റിന് പേര് കൊടുത്തു. ഓക്കെ, ഇതിൻ്റെ കൂടെ മുന്നേ ഒരു സാധനം കൂടി നമ്മൾ കൊടുക്കണം, സ്ട്രക്റ്റ് എന്ന് കൊടുക്കണത്തുള്ളൂ. എന്താണ് സ്ട്രക്റ്റ്, പുതിയൊരു സംഗതി നമ്മൾ ക്രിയേറ്റ് ചെയ്യുക, സ്ട്രക്റ്റ്. അപ്പോൾ ഇതൊരു പുതിയ ഡാറ്റ ടൈപ്പ്. ഇപ്പോൾ സ്ട്രക്റ്റ് സ്റ്റുഡൻറ്റ് എന്നുള്ള എന്താണ്, പുതിയൊരു ഡാറ്റ ടൈപ്പ്. ഏതുപോലെ, ഇൻഡ് പോലെ ഡാറ്റ ടൈപ്പാണ്. ഇനി ഇതിനെ വെച്ചിട്ട് നമുക്ക് എത്ര വേരിയബിൾസും ക്രിയേറ്റ് ചെയ്യാം. എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അപ്പോൾ നമുക്ക് പറയാം സ്ട്രക്റ്റ് സ്റ്റുഡൻറ്റ് എന്നുള്ളത് ആണ് നമ്മുടെ ആളല്ലേ, നമ്മൾ ഉണ്ടാക്കിയത്. ഇത് വെച്ചിട്ട് നമുക്കൊരു വേരിയബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, എക്സ് എന്നുള്ള വേരിയബിൾ ക്രിയേറ്റ് ചെയ്താൽ എന്താണ് സംഭവിക്കുക, നമ്മുടെ മെമ്മറിയിൽ എന്ത് ചെയ്യും, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യും, ഒരു വലിയ ബോക്സ് ക്രിയേറ്റ് ചെയ്യും. നേരത്തെ പോലെ ഇൻഡിൻ്റെയും ഫ്ലോട്ടിൻ്റെ ഒക്കെ പോലെ നമുക്ക് എന്ത് ചെയ്യും, പുതിയൊരു ബോക്സ് ക്രിയേറ്റ് ചെയ്യും. അതിൻ്റെ പേരെന്താ വരിക, നമ്മളെന്താ കൊടുത്ത്, എക്സ് എന്ന് കൊടുത്തു. ഓക്കെ, എക്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ എക്സിൻ്റെ അകത്ത് നിന്നുണ്ട് വ്യത്യസ്ത പോർട്ടുകളുണ്ട്, വ്യത്യസ്ത ബോക്സുകളുണ്ട്. 3 സ്പേസ് ഉണ്ട്. ഏതൊക്കെ സ്പേസ് ഉള്ള, ID-ക്കുള്ള സ്ഥലം ഉണ്ടാവും, റോൾ നമ്പറിൻ്റെ സ്ഥലം ഉണ്ടാവും, നെയിമിലുള്ള സ്ഥലം. അപ്പം ഒരു ബോക്സിൻ്റെ അകത്ത് തന്നെ ഒരു പിന്നെ പുതിയ യൂസർ ഡിഫൈൻ ടൈപ്പിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വ്യത്യസ്തമായി. ഇപ്പോൾ ഇവിടെ എന്താണ്, നമ്മൾ ID ഉണ്ട്, ഇവിടെ എന്താണ് റോൾ നമ്പർ ഉണ്ട്, ഇവിടെ നെയിം ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിന് പ്രത്യേകത, ഈ എക്സ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതൊരു എക്സ് യൂസ് ചെയ്തിട്ടുള്ളൂ. ഈ എക്സ് വെച്ചിട്ട് നമുക്ക് x.id, ഇത്രയേ ഉള്ളൂ. x.id എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇതിന് ഫസ്റ്റ് ബോക്സ് കിട്ടും. x. നമ്മൾ പറയാണ് റോൾ നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും, ഇതിൻ്റെ സെക്കൻഡ് ബോക്സ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. നെയിം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തേർഡ് ബോക്സ് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെപ്പറേറ്റ് ബോക്സുകളുള്ള നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഷെൽഫ് പോലെ നമ്മൾ എന്ത് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് വെച്ചു. ഇനി നമുക്കിപ്പോൾ സ്റ്റുഡൻറ്റ് എക്സ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റുഡൻറ്റ് ഉണ്ട്, നമുക്ക് അടുത്ത സ്റ്റുഡൻറ്റ് വേണം, സ്റ്റുഡൻറ്റ് വൈ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്ട്രക്റ്റ് സ്റ്റുഡൻറ്റ്, ഇത് നേരത്തെ ചെയ്ത അതേപോലെ തന്നെ സ്ട്രക്റ്റ് സ്റ്റുഡൻറ്റ് നമുക്ക് എന്ത് കോമഡായിട്ട് വൈ എന്ന് കൊടുക്കാം. അപ്പോൾ വൈ എന്നുള്ളൊരു പുതിയ ബോക്സ് എന്താ ഇവിടെ ക്രിയേറ്റ് ആവും. ഇതിൻ്റെ അകത്ത് ഇതുപോലെ തന്നെ ഇന്നർ ഷെൽഫുകളുണ്ടാവും. ഈ ഷെൽഫുകൾ നമുക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ പല സാഹചര്യത്തിൽ നമുക്ക് കൂട്ടമായിട്ടായിരിക്കും യൂസ് ചെയ്യേണ്ടി വരിക പല സംഗതികൾ. ഇപ്പം ഒരു സ്റ്റുഡൻറ്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കുറേ മാർക്കുകൾ സംഗതികളുണ്ടാവും. ചിലപ്പോൾ പിന്നെ ഒരു എംപ്ലോയി ആയിരിക്കും ഉണ്ടാവുക, സ്റ്റുഡൻ്റ് അല്ല എംപ്ലോയി ആയിരിക്കും ഉണ്ടാവും, എംപ്ലോയി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങളുണ്ടാവും. ഒരാളുടെ തന്നെ കുറേ രേഖകളുണ്ടാവില്ല. ഇപ്പോൾ ഒരു പുസ്തകം ഡയറക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരാളുമായി ബന്ധപ്പെട്ട കുറേ സംഗതികളുണ്ട്. അപ്പോൾ അതുപോലെ ഈ സംഗതികൾ പലപ്പോഴും നമുക്ക് ആവശ്യം വരും. ഇതിൻ്റെ ഒരു ഹയർ വേർഷനായിരിക്കും നമ്മളെ ഡാറ്റാ ബേസുകൾ, അതുപോലെ പിന്നെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊരു അടിസ്ഥാനപരമായ കാര്യമാണ്. ബേസിക്കലി സ്ട്രക്ചറിലൊരു സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് എവിടെ നിന്നാണ്, നമ്മുടെ ഈ ഒരു പിന്നെ ഇയാളിൽ നിന്നാണ്. എന്ത്, നമ്മുടെ സീൻ്റെ അകത്തുള്ള സ്ട്രക്ചർ. പിന്നെ അതിന് പിന്നെ ക്യാരി ഫോർവേഡ് ചെയ്തിട്ടാണ് നമുക്ക് ബാക്കി ടെക്നോളജീസൊക്കെ ഇതിൽ വരുന്നത്. അപ്പോൾ അതിൽ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. നമുക്ക് ജസ്റ്റ് അതിൻ്റെ സ്ട്രക്ചറും സിൻറ്റാക്സും അറിഞ്ഞാൽ മാത്രം, ഒറ്റ എക്സാമ്പിൾ അറിഞ്ഞാൽ നമുക്കിത് ഇതിലൊരുവിധം ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിൻ്റെ രൂപം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ പറ്റും. നമ്മൾ എങ്ങനെ ചെയ്യുക, നമ്മളൊരു യൂസർ ഡിഫൈൻ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യണം. അവിടെ എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, സ്ട്രക്റ്റ് എന്ന് എഴുതുക കേട്ടോ. എന്ത് ചെയ്യുക, സ്ട്രക്റ്റ് എന്ന് എഴുതുക. സ്ട്രക്റ്റ് എന്ന് എഴുതിയതിനു ശേഷം നമ്മൾ എന്താണ് നമുക്ക് ഇഷ്ടമുള്ള പേര് അത് കൊടുക്കുക. സ്ട്രക്റ്റ് ചെയ്തതിൽ നിർബന്ധം, കാരണം നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത് സ്ട്രക്ചറാണ്.
ഓക്കെ, ഇനി അതിൻ്റെ അകത്ത് നമുക്ക് വേണ്ട കാര്യങ്ങൾ കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഐ ഡി കൊടുത്തു, അതിൻ്റെ ടൈപ്പ് കൊടുത്തു, ഇൻ്റ് ഐ ഡി സെമിക്കോളം കൊടുത്തു, ക്യാരക്ടർ നെയിം 50 കൊടുത്തു, പിന്നെ മാർക്സ് ആണ് പിന്നെ കൊടുത്തത്, ഫ്ലോട്ട് കൊടുത്തു. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സംഗതി കൊടുത്തു. അപ്പോൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് ഇവിടെ എന്തായി സംഗതി ക്രിയേറ്റ് ആയി. ഇവിടെ ലാസ്റ്റ് ശ്രദ്ധിക്കേണ്ട ഇവിടെ എന്താണ് സെമിക്കോളൻ കേട്ടോ, മറന്നു പോകാൻ പാടില്ല, സെമിക്കോളൻ അവിടെ വേണം. പിന്നെ ഇത് യൂസ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, സ്ട്രക്ചർ സ്റ്റുഡൻറ്റ് സ്പേസ് എക്സ് എന്ന് കൊടുക്കുക. അപ്പോൾ എക്സ് എന്നുള്ളൊരു ബോക്സ് ക്രിയേറ്റ് ആയി, കോമ വൈ കൊടുക്കുക, കോമ സെഡ് കൊടുക്കുക, അങ്ങനെ എത്ര ആണെങ്കിൽ നമുക്ക് കൊടുക്കുക. വേണമെങ്കിൽ അര വരെ ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ ഞാൻ പറയുന്നത് R(10). അപ്പോൾ എന്ത് ഇങ്ങനെയുള്ള 10 10 ബോക്സ് എന്താ അവിടെ അങ്ങനെ ക്രിയേറ്റ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ സ്ട്രക്ചറിൻ്റെ അരേ എന്നൊക്കെ പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറേ സൗകര്യങ്ങൾ എന്തുണ്ട് ഇതുകൊണ്ട് ഉണ്ട്. ഇനി അതിന് ഡിക്ലറേഷൻ്റെ സിൻറ്റാക്സ് എങ്ങനെയാണ്, ഇത്രയുള്ളൂ. സ്ട്രക്ചർ കൊടുക്കുക, സ്ട്രക്ചറിൻ്റെ പേര് എന്താ നമ്മളിവിടെ പേര് കൊടുത്തില്ല, അതുപോലെ ഇഷ്ടമുള്ള പേര് കൊടുക്കുക. പിന്നെ ഓരോന്നിനും ഡാറ്റ ടൈപ്പ്, അതിൻ്റെ മെമ്പറിൻ്റെ വേരിയബിൾ നെയിം കൊടുക്കുക, ഡാറ്റ ടൈപ്പ് മെമ്പർ നെയിം കൊടുക്കുക, ലാസ്റ്റ് സ്ട്രക്ചർ ക്ലോസ് ചെയ്യുക, സെമിക്കോളൻ ഇട്ട് കൊടുക്കുക. ഇത്രയും കാര്യമാണ് നമുക്ക് എന്തുള്ളത് സ്ട്രക്ചറിൽ മിനിമം ആവശ്യമുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ഇതിന് എങ്ങനെ ഒരു എക്സാമ്പിൾ നമുക്ക് ചെയ്ത് നോക്കാം എങ്ങനെയൊക്കെ കാര്യം എന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ഇവിടെ S1 എന്നുള്ള സ്റ്റുഡൻറ്റിൻ്റെ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തു, അതിൻ്റെ ഐഡിൻ്റെ അകത്തേക്ക് വാല്യൂ പാസ് ചെയ്തു, നെയിമിൻ്റെ അകത്തേക്ക് വാല്യൂ പാസ് ചെയ്തു, മാർക്കിൻ്റെ അകത്തേക്ക് വാല്യൂ പാസ് ചെയ്തു. ഓക്കെ, ഇനി നമുക്കതവിടെ പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഡോട്ട് ഇപ്പോൾ ഡോട്ട് ഓപ്പറേറ്റർ ഉണ്ടാവുക. അപ്പോൾ S1ൻ്റെ അകത്തുള്ള ഒരാളെ നമുക്ക് എടുക്കണം. അപ്പോൾ എന്താ ചെയ്യുക, S1ന് ഡോട്ട് ഇടും, ശ്രദ്ധിക്കുക, ഡോട്ട് ഇടുക, ഐ ഡി എടുക്കുക. ഇത്രയുള്ളൂ. ഇത്രയും കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം എന്താണ് സ്ട്രക്ചറിൻ്റെ ഒരു 50% കഴിഞ്ഞു. ഇനി അതിൻ്റെ അഡീഷൻസ് ഉള്ളൂ. അപ്പോൾ ഇത് കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പം പറഞ്ഞ പോലെ ചെയ്ത് നോക്കുക, ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, നമുക്ക് എക്സാമ്പിളിലേക്ക് പോവാം. സ്ട്രക്ചർ ആരൊക്കെ നമുക്ക് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. സ്ട്രക്ചർ സ്റ്റുഡൻറ്റ് നേരത്തെ ഒരു ബോക്സ് ഓരോന്നോരോന്ന് ഉണ്ടാക്കുന്നതിന് പകരം 3 എണ്ണം 100 എണ്ണം ഒക്കെ ഒരുമിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സ്ഥലം മെമ്മറിയിൽ നമുക്ക് എന്ത് ചെയ്യും കിട്ടും, അതിൻ്റെ അകത്തേക്ക് എന്ത് ചെയ്യും വാല്യൂസ് നമുക്ക് കൊടുക്കാൻ പറ്റും. നമുക്ക് ഇനി നേരെ എക്സാമ്പിളിലേക്ക് പോകാം. എക്സാമ്പിൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും സംഗതി ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ നമ്മുടെ മെയിൻ ഫംഗ്ഷൻ ഇവിടെ ഉണ്ട്. ഒന്ന് റൺ ചെയ്ത് നോക്കാം. അതിനകത്ത് പ്രത്യേകിച്ചൊന്നും ഔട്ട്പുട്ട് വന്നിട്ടില്ല. നമുക്ക് എന്ത് ചെയ്യാം, സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സ്ട്രക്റ്റ് സ്റ്റുഡൻറ്റ്. ഓക്കെ, സ്ട്രക്റ്റ് സ്റ്റുഡൻറ്റ്. ഇവിടെ ഞാൻ മിനിമം സംഗതി കൊടുക്കുന്നുണ്ട്, ഇൻ്റെ ഐ ഡി മാത്രം കൊടുക്കും, ബാക്കിയുള്ള തൽക്കാലം കൊടുക്കുന്നില്ല, കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമുക്ക് റൺ ചെയ്ത് നോക്കാം എന്താ സംഭവിക്കാം. ഇവിടെ എന്തോ ഒരു എറർ വന്നിട്ടുണ്ട്, ഇൻ്റെ മെയിൻ റിട്ടേൺ 0. ഓക്കെ, മുന്നേ ഉള്ള സംഗതി നമുക്ക് നോക്കാം. ഓക്കെ, ഓപ്പണിങ് ക്ലോസിങ്. അവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സെമിക്കോളം മറന്നു പോയിട്ടുണ്ട്. കണ്ടോ എറർ വന്നത്, ഫസ്റ്റ് എറർ ഉണ്ടല്ലേ, സെമിക്കോളം മറന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, താഴെ മെയിൻ ഫംഗ്ഷൻ എന്ത് ചെയ്യാൻ കഴിയില്ല, തിരിച്ച് മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം അവിടെ എന്ത് ചെയ്തു, മുകളിലുള്ള ആൾ അവസാനിച്ചു എന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം, സെമിക്കോളം വേണം. ഫസ്റ്റ് എറർ അവിടെ വന്നത്, അപ്പോൾ എറർന്ന് പഠിക്കുക. ഓക്കെ, സെമിക്കോളം ഇട്ടിട്ടുണ്ട്. ഈ സ്ട്രക്ചർ റെഡിയാണ്, നമുക്കത് യൂസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി എങ്ങനെയാണ് സ്ട്രക്ചറിന് വേരിയബിൾ ഉണ്ടാക്കുക. സ്ട്രക്റ്റ് സ്റ്റുഡൻറ്റ് എന്നാണ് നമ്മുടെ സ്ട്രക്ചറിൻ്റെ പേര്. ഇൻറ്റ് എന്ന് പറയുന്നതിൻ്റെ പോലെയാണ് സ്ട്രക്റ്റ് സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നത്. രണ്ടും മനസ്സിലാക്കി. ഇൻറ്റ് എന്ന് പറയുന്ന പകരം അതുപോലെ സ്ട്രക്റ്റ് സ്റ്റുഡൻറ്റ്, സ്ട്രക്റ്റ് കൂടെ യൂസ് ചെയ്യണം. ഇനി ഞാൻ എന്ത് ചെയ്തു, എക്സ് എന്നുള്ള വേരിയബിൾ കൊടുത്തു. എക്സ് ഒക്കെ എപ്പോഴും ചെയ്യുന്ന സംഗതിയാണ് എക്സ്. ഓക്കെ, ഇനി എനിക്ക് എന്ത് ചെയ്യാം, എക്സ് ഡോട്ട് ഐ ഡി ഈക്വൽ ടു 100 കൊടുത്തു. എക്സ് ഡോട്ട് ഐ ഡി ഈക്വൽ ടു 100. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് വാല്യൂ കയറിയിട്ടുണ്ട്. അപ്പോൾ എന്താ സംഭവിച്ച്, ആ സ്ട്രക്റ്റ് സ്റ്റുഡൻറ്റിൻ്റെ ഒരു സംഗതി നമ്മൾ ഉണ്ടാക്കി. എന്താണ് സ്ട്രക്റ്റ് സ്റ്റുഡൻറ്റ് എക്സ്. ആ എക്സ് എന്നുള്ളതിൻ്റെ അകത്ത് എത്ര ബോക്സ് ഉള്ളത്, ഇപ്പോൾ ഒരു ബോക്സ് ഉള്ളൂ അല്ലേ. കാരണം എന്താണ് ഇവിടെ മൾട്ടിപ്പിൾ നമുക്ക് ഇല്ല, ശരിയല്ലേ. കാരണം ഇവിടെ നമ്മൾ നോക്കാം എന്താ നമുക്ക് ചെയ്തത്, നമ്മളിവിടെ ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്തു അല്ലേ, എക്സ് എന്നുള്ളത് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ എക്സിൻ്റെ അകത്ത് എന്തുള്ളൂ, എക്സ് ആണ്, സ്ട്രക്റ്റ് സ്റ്റുഡൻറ്റ് എക്സ് അല്ലേ. ഈ എക്സിൻ്റെ അകത്ത് ഒരു സ്ഥലം മാത്രമേ, ഒരു ഷെൽഫ് മാത്രമേ ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. അതിൻ്റെ പേരെന്താണ്, ഐ ഡി. ഐഡിൻ്റെ അകത്ത് നമ്മൾ എന്ത് വാല്യൂ കൊടുത്തു, ഐഡിൻ്റെ അകത്ത് വാല്യൂ കൊടുത്തു എന്തായിരുന്നു, 5 10 വാട്ടവർ കൊടുത്തു. അപ്പോൾ അത് നേരെ പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത് നമ്മൾ വൈന്ന് ക്രിയേറ്റ് ചെയ്യാം. വൈന്ന് വേറൊരു ബോക്സാണ് ക്രിയേറ്റ് ചെയ്തതുപോലെ. ഓക്കെ, ഇതിൻ്റെ അകത്തൊന്നുണ്ടാവും ഐ ഡി ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഐ ഡി മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും, ഐ ഡിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, 20 വാല്യൂ കൊടുക്കാം. ഓക്കെ, നമുക്കിവിടെ നോക്കാം. ഓക്കെ, എക്സിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്തു, ഒരു 100.10 എടുത്തു. ഇതുപോലെ അടുത്ത ഒരു സംഗതി ക്രിയേറ്റ് ചെയ്യണം, എക്സ് കോമ വൈ. അടുത്ത ആളും ക്രിയേറ്റ് ചെയ്തു, ഒരെണ്ണമല്ല 2 ബോക്സ് ക്രിയേറ്റ് ചെയ്തു. ഇനി വൈൻ്റെ അകത്തേക്ക് നമുക്ക് വാല്യൂ കൊടുക്കാം, വൈ ഡോട്ട് ഐ ഡി ഈക്വൽ ടു 20. അപ്പോൾ എന്ത് ചെയ്തു, ഇവിടെ 2 ആളുകൾ ക്രിയേറ്റ് ചെയ്യും, ഒന്ന് എക്സ് ആണ് ഒന്ന് വൈ ആണ്. എത്ര ആളുകളെ നമുക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്കിത് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ അകത്തുള്ള വാല്യൂ പ്രിൻ്റ് എഫ് വാല്യൂ ഇൻ എക്സ് ഈസ്, എക്സിൻ്റെ അകത്തുള്ള വാല്യൂ ആരാണ്, പെർസെൻറ്റേജ് ഡി. പെർസെൻറ്റേജ് ഡി അറിയാത്തൊരു മുന്നിലെ വീഡിയോസ് കാണണേ, പെർസെൻറ്റേജ് ഡി കോമ എക്സ് ഡോട്ട് ഐ ഡി. അപ്പോൾ എക്സിൻ്റെ അകത്തുള്ള വാല്യൂ നമുക്ക് എന്ത് ചെയ്യണം, പ്രിൻറ്റ് ചെയ്യണം. വാല്യൂ ഇൻ എക്സ് ഈസ് 10. അതുപോലെ നമുക്ക് താഴെ എന്ത് ചെയ്യാം, വൈൻ്റെ അകത്തുള്ള വാല്യൂ പ്രിൻറ്റ് ചെയ്യാം, വാല്യൂ ഇൻ
y ഈസ് y.id. ഓക്കെ, അപ്പോൾ സ്ട്രക്ചറിൻ്റെ അകത്ത് ഇതുപോലെ എന്ത് ചെയ്യാം, നമുക്ക് ഒരുപാട് ബോക്സുകൾ എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ രണ്ടെണ്ണം കമ്പയർ ചെയ്ത് പറയുന്നത് നിങ്ങൾക്കത് ആ രൂപത്തിൽ തന്നെ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ അകത്തുള്ള വാല്യൂ 10 ആണ്, വൈൻ്റെ അകത്തുള്ള വാല്യൂ എന്താണ്, 20 ആണ്. റെഡി, അപ്പോൾ എക്സും വൈ നമ്മൾ റെഡിയാണ്. പക്ഷേ നമുക്ക് ഇൻ്റെ ഐ ഡി മാത്രം പോരാ, വേറൊരു സംഗതി നമ്മളിങ്ങോട്ട് കൂട്ടണം. ഓക്കെ, ഞാൻ പറയാണ് ഫ്ലോട്ട് മാർക്ക്. ഓക്കെ, മാർക്ക് കൂടി ആഡ് ചെയ്തു. ഇനി നമുക്ക് മാർക്കിലേക്ക് തന്നെ വാല്യൂ ആഡ് ചെയ്യാം. ഞാനിവിടെ കൊടുക്കുകയാണ് എക്സ് ഡോട്ട് മാർക്ക് ഈക്വൽ ടു 100. സിമിലർലി വൈ ഡോട്ട് മാർക്ക് ഈക്വൽ ടു 50. അപ്പോൾ എക്സിലും വൈയിലും നമ്മൾ എന്ത് ചെയ്തു, ഒരാളും കൂടി എക്സ്ട്രാ ആഡ് ചെയ്തില്ലേ. നമുക്ക് നോക്കാം, റൺ ചെയ്ത് നോക്കാം. വർക്കിംഗ് ഓക്കെയാണ്. അപ്പോൾ നമുക്ക് വാല്യൂ ഇൻ എക്സലിൻ്റെ പകരം ഐ ഡി എന്നുള്ളത് എക്സിൻ്റെ ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ മാറ്റി കൊടുക്കുക. എക്സിൻ്റെ കേസിൻ്റെ അകത്ത് ഐ ഡി എന്ന് പറയുന്നത് എന്താണ്, പെർസെൻറ്റേജ് എക്സ് ഡോട്ട് ഐ ഡി ആണ്. അതുപോലെ നമുക്ക് പറയാം എക്സിൻ്റെ കേസിൽ ഇവിടെ സ്ലാഷ് തന്നെ കൊടുക്കുന്നുണ്ട്, നമുക്ക് ന്യൂ ലൈൻ കിട്ടാൻ വേണ്ടിയിട്ട്. എക്സിൻ്റെ കേസിൽ നമുക്ക് പറയാം, എക്സിൻ്റെ കേസിൽ ഐ ഡി മാർക്ക് എന്നുള്ളത് എന്താണ്, മാർക്ക് എന്നുള്ളത് എന്താണ്, എക്സ് ഡോട്ട് എന്താണ്, മാർക്ക്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, എക്സിൻ്റെ അകത്തുള്ള എന്തൊക്കെ ഉണ്ട്, ഇപ്പോൾ ഐ ഡി ഉണ്ട്, മാർക്ക് ഉണ്ട് കേട്ടോ. യെസ് വന്നു. അപ്പോൾ എക്സിൻ്റെ അകത്തുള്ള ഐ ഡി 10 ആണ്, എക്സിൻ്റെ ഉള്ള മാർക്ക് എന്താണ് നമ്മൾ കൊടുത്തത്, നമുക്ക് നോക്കാം. എക്സിൻ്റെ അകത്തുള്ള അത് ഫ്ലോട്ട് വാല്യൂ ആണ്. നോക്കാം, എക്സ് ഡോട്ട് മാർക്ക് ഈസ് ഈക്വൽ ടു സേ 20. നമ്മളിവിടെ പെർസെൻറ്റേജ് ഡി ആണ് കൊടുത്തത്, താഴെ പെർസെൻറ്റേജ് എഫ് കൊടുക്കേണ്ടത്. കാരണം മനസ്സിലായി, കാരണം എന്താ, നമ്മളിവിടെ ഡിക്ലെയർ ചെയ്ത എന്തായിരുന്നു, മാർക്ക് ഫ്ലോട്ടായിരുന്നു. ഫ്ലോട്ടിന് നമ്മളെപ്പോഴൊന്ന് കൊടുക്കണം, പെർസെൻറ്റേജ് എഫ് കൊടുക്കണം. അതുകൊണ്ട് അവിടെ വാല്യൂ എന്ത് ചെയ്യുന്നത്, ഒരു 42,000 വന്നത്. അതിൻ്റെ ഫോർമാറ്റിംഗ് കറക്റ്റ് ആയിട്ടില്ല. ഓക്കെ, അപ്പം മാർക്ക് എന്ന് പറയുന്നത് 100 ആണ്. അപ്പോൾ എക്സിൻ്റെ അകത്ത് 2 ബോക്സുകൾ ഇപ്പം റെഡിയാണ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ നമ്മൾ ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്തു, സ്ട്രക്ചർ സ്റ്റുഡൻറ്റിൻ്റെ അകത്ത് ആദ്യം നമ്മൾ എന്ത് ഐ ഡി മാത്രമാണ് കൊടുത്തിരുന്നത്. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, മാർക്ക് കൂടിയും കൊടുത്തു. അപ്പോൾ എന്ത് സംഭവിച്ചു, 2 പേർക്ക് മാർക്ക് വന്നിട്ടുണ്ട് അല്ലേ. ഇവിടെ ഇയാൾക്ക് നമുക്ക് മാർക്ക് വന്നിട്ടുണ്ടാവും, പുതിയൊരു ഫീൽഡ്. താഴെയുള്ള ഇത് നമ്മുടെ എക്സ് ആണല്ലോ അല്ലേ, ഇത് നമ്മുടെ എക്സ് ആണ്, ഇത് നമ്മുടെ വൈ ആണ്. ഓക്കെ, രണ്ടും സാമിസറായിട്ട് ഒരേപോലെ തന്നെയാണ്. ഓക്കെ, മാർക്കാണ്. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, മാർക്കുണ്ട്. അപ്പോൾ എക്സിൻ്റെ മാർക്ക് പിന്നെ ഐ ഡിയിൽ നമ്മൾ വാല്യൂ കൊടുത്തു, ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, വാല്യൂ കൊടുത്തു. വൈൻ്റെ ഐ ഡിയിൽ നമ്മൾ വാല്യൂ കൊടുത്തിരുന്നു, വൈൻ്റെ മാർക്കിൽ നമുക്ക് എന്ത് വാല്യൂ വേണമെങ്കിൽ കൊടുക്കാം, കൊടുത്തിട്ടില്ല കൊടുക്കാം. അതുപോലെ എനിക്ക് വേണമെങ്കിൽ അടുത്ത് എന്ത് ചെയ്യാം, പുതിയ ഒരെണ്ണം കൂടി വേണം, ഐ ഡി മാർക്ക് വേണം, ഇവിടെ എന്ത് വേണം, നെയിം വേണം. ഓക്കെ, അപ്പോൾ നെയിം കൂടി കൊടുത്ത ഇവിടെ എന്താ, ഇവിടെ നെയിമും കൂടി കയറി വരും. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് ഒരെണ്ണത്ത് കൊടുത്താൽ എന്ത് ചെയ്യും, എല്ലായിടത്തും എന്ത് ചെയ്യും, നെയിം കയറി വരും. നെയിമിൻ്റെ അകത്തേക്ക് എനിക്ക് എന്ത് ചെയ്യാം, ഒരു ടെക്സ്റ്റ് കൊടുക്കാം. അപ്പോൾ നെയിം നമുക്ക് ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, അതിൻ്റെ കാര്യങ്ങൾ ജസ്റ്റ് ശ്രദ്ധിക്കാണ്ട്. കാരണം നെയിം എപ്പോഴും നമുക്ക് ഒരു ക്യാരക്ടർ ആരായിട്ടാണ് കിട്ടുക. സാധാരണ ഒരു വേരിയബിൾ ഡീൽ ചെയ്യുന്ന പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നെയിമിനെ ഡീൽ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഫ്ലോട്ട് ഞാൻ ഇവിടെ എക്സും വൈനൊക്കെ ഒഴിവാക്കിയിട്ട് എക്സ് മാത്രമാക്കാണ്, നമുക്ക് ഒരെണ്ണം മാത്രം കാണിക്കാം. എല്ലാം സെയിം പോലെ തന്നെയാണ്, അതുകൊണ്ട് ബാക്കിയിലേക്ക് പോകുന്നില്ല. ഓക്കെ, ഒഴിവാക്കുകയാണ്. ഇനി ഇവിടെ ഫ്ലോട്ട് മാർക്ക് പറഞ്ഞു ഞാനിവിടെ എന്ത് ചെയ്താണ്, എങ്ങനെയാണ് നമ്മൾ ഒരു നെയിം ഡിക്ലെയർ, നെയിം ഓഫ് 20 അല്ലെങ്കിൽ 30, എത്ര സൈസ് നമുക്ക് മാക്സിമം വേണ്ട അത്ര കൊടുക്കാം. ക്യാർ നെയിം ഓഫ് 30. ഇനി എനിക്ക് എന്ത് ചെയ്യണം, എക്സിൻ്റെ അകത്തേക്ക് നമ്മൾ വാല്യൂ കയറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, എക്സിൻ്റെ അകത്തുള്ള നെയിമിലേക്ക് വാല്യൂ കയറ്റണമല്ലേ. എക്സ് ഡോട്ട് നെയിം ഈക്വൽ ടു, ഇതിൽ നമുക്ക് ഡയറക്റ്റ് വാല്യൂ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ വിചാരിക്കും ഇവിടെ ഇപ്പം നേരെ വാല്യൂ കൊടുത്താലും നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെ. കാരണം കാരണം ഇൻറ്റീജറും ഇതൊക്കെ നമ്മൾ അങ്ങനെയാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കൊടുത്തു നോക്കാം. അപ്പോൾ അവിടെ എന്ത് ചെയ്യുമ്പോൾ എറർ വരും, കാരണം നേരിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, വാല്യൂ ഇവിടെ കൊടുക്കാൻ പറ്റില്ല. ഒന്നിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്കാൻ എഫ് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ strcpy യൂസ് ചെയ്യാം. എങ്ങനെ strcpy യൂസ് ചെയ്യാം, strcpy. ഓക്കെ, strcpy വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എവിടേക്കാണ് കയറേണ്ടത്, എക്സ് ഡോട്ട് നെയിമിലേക്കാണ് കയറേണ്ടത്. എന്താണ് കയറേണ്ടത്, നമുക്കൊരു പേര് പക്ഷേ സം നെയിം. ഓക്കെ, റൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ എറർ വന്നിട്ടുണ്ട്. എന്താണ്, strcpy ഇയാൾക്ക് അറിയില്ല എന്ന് പറയുന്നത്. ഇയാൾ പറയുന്നത് എന്താണ്, സ്ട്രിംഗ് ഡോട്ട് എച്ചിന് ഇൻക്ലൂഡ് ചെയ്യാനാണ് പറയുന്നത്. നമുക്ക് ഇൻക്ലൂഡ് ചെയ്ത് നോക്കാം. എവിടെ ഇൻക്ലൂഡ് ചെയ്യണം, ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാം അല്ലേ, സ്ട്രിംഗ് ഡോട്ട് എച്ചിന് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ റെഡി. അപ്പോൾ എന്താ, നെയിമിൻ്റെ അകത്ത് എന്ത് കയറിയിട്ടുണ്ട്, ഇവിടെ പേര് വന്നിട്ടുണ്ട്. 3 ഫീൽഡ്, എക്സിൻ്റെ ഐ ഡിയിലും മാർക്കിലും നെയിമിലും എന്ത് ചെയ്തിട്ടുണ്ട്, നെയിം വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, പ്രിൻ്റ് എഫ്. നമുക്ക് വേണമെങ്കിൽ ഒരുമിച്ചെല്ലാം കൂടി എഴുതാം കേട്ടോ. ഐ ഡി എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇൻറ്റീജറാണ്. പിന്നെ നമുക്ക് എന്താ വേണ്ടത്, മാർക്ക് എന്ന് പറയുന്നതും ഒരു ഇൻറ്റീജറാണ്. ഇത് ഓർഡറിലാണ് വരുന്നത്, പെർസെൻറ്റേജ് കാണുന്നിടത്തൊക്കെ റീപ്ലേസ് ചെയ്ത് കൊടുക്കണം. അതുപോലെ നെയിം എന്ന് പറയുന്നത് എന്താണ്, അത് ഒരു പെർസെൻറ്റേജ് എസ് ആണ്, സ്ട്രിങ് ആണ്. ഇനി നമുക്ക് കോമട്ടിട്ട് ശേഷം കൊടുക്കുക. കോമട്ടിട്ട് ആദ്യം വരേണ്ട ആളാണ്
എക്സ് ഡോട്ട് ഐ ഡി, പിന്നെ വരേണ്ട ആളാണ് എക്സ് ഡോട്ട് മാർക്ക്, പിന്നെ വരേണ്ട ആളാരാണ് എക്സ് ഡോട്ട് നെയിം. മൂന്നും ഒരുമിച്ച് ഇങ്ങനെ വരണം. നമുക്കൊരു ഭംഗിക്കുവാണെങ്കിൽ എന്ത് ചെയ്യുക, സ്ലാഷ് എന്നും കാര്യമൊക്കെ ഇട്ട് കൊടുക്കാം, സ്ലാഷ് എൻ. ഓക്കെ ഓക്കെ. അപ്പോൾ അവിടെ എന്തോ ഒരു എറർ വന്നിട്ടുണ്ട്, എക്സ് ഡോട്ട് ഐ ഡി എക്സ് ഡോട്ട് നെയിം. നോക്കാം. ഓക്കെ, നമുക്ക് വന്ന എറർ എന്താണെന്ന് പറയാൻ പറ്റുമോ? നേരത്തെ ചെയ്തത് എററാണ്. നമ്മൾ ഫ്ലോട്ട് എന്നുള്ളത് എന്താണ്, ഇവിടെ മാർക്ക് ഫ്ലോട്ടാണ്, അവിടെ ഞാൻ പെർസെൻറ്റേജ് എഫ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ റെഡി. അപ്പോൾ ഫസ്റ്റത്തെ ഇൻറ്റീജർ നമ്മൾ എന്നാൽ പെർസെൻറ്റേജ് ഡി എന്ന് കൊടുത്തു, പെർസെൻറ്റേജ് എഫ് എന്ന് കൊടുത്തു, പെർസെൻറ്റേജ് എസ് എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു, ഐ ഡി വന്നു, മാർക്ക് വന്നു, നെയിം വന്നു അല്ലേ. അപ്പോൾ അത്രേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യുക, പിന്നെ ഒരു ഇതുപോലെ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ളത് നമ്മൾ ആരെ കൊടുക്കുകയാണെങ്കിൽ സ്ട്രിങ് കൊടുക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, പെർസെൻറ്റേജ് എസ് എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. അതുപോലെ strcpy യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും ചെയ്യാൻ എളുപ്പമുള്ള മെത്തേഡ് എന്താണ്, സ്ട്രിങ് ഡോട്ട് എച്ചിന് ഇൻക്ലൂഡ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, strcpy യൂസ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ നമ്മുടെ പ്രോഗ്രാം. ഇനി അതല്ല നമുക്ക് വാല്യൂ യൂസർ എന്ന് ചോദിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോന്ന് ഡയറക്റ്റ് കൊടുക്കുന്നതിന് നമുക്ക് എന്ത് ചെയ്യാം, യൂസറോട് പറയാം പ്രിൻ്റ് എഫ് എൻ്റർ എ നെയിം പറയാം അല്ലേ, എൻ്റർ എ നെയിം എന്ന് പറയാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്കാൻ എഫ് കൊടുക്കാം. സ്കാൻ എഫിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെർസെൻറ്റേജ് എസ് കോമ, ഇതിൻ്റെ അകത്തേക്കാണ് നമുക്ക് വാല്യൂ റീഡ് ചെയ്യേണ്ടത്, എക്സ് ഡോട്ട് നെയിമാണ്. ഇതിൻ്റെ അകത്തേക്ക് വാല്യൂ റീഡ് ചെയ്യാൻ ശേഷം എന്ത് ചെയ്യുക, പ്രിൻറ്റ് ചെയ്ത് കാണിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ strcpy എന്നുള്ളതാണ് എന്ത് ചെയ്യണം, ഇവിടെ കമൻറ്റ് ചെയ്യണത് ഒഴിവാക്കണം, കാരണം ഡയറക്റ്റ് നമ്മൾ വാല്യൂ കൊടുക്കുന്നില്ല. ഓക്കെ ഓക്കെ പ്രിൻ്റ് എഫ് സ്പെല്ലിങ് റെഡിയാക്കാണ്ട്. ഓക്കെ, എൻ്റർ എ നെയിം, ഇത് പേര് കൊടുത്തു, ആ നെയിം അവിടെ റീഡ് ചെയ്തു, ആ നെയിമാണ് എന്ത് ചെയ്ത് ഇവിടെ നെയിമായിട്ട് പ്രിൻറ്റ് ചെയ്ത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്ട്രക്ചറിനെ മാനേജ് ചെയ്യാനുള്ളൊരു ആവറേജ് ടെക്നിക്ക്. അപ്പോൾ ഒന്നുകൂടി ഞാനത് ക്വിക്ക് റിവ്യൂ പറയാം. നമ്മൾ ചെയ്തെന്താണ്, നമ്മുടെ മെയിൻ ഫംഗ്ഷന് മുകളിലായിട്ട് നമ്മൾ എന്ത് ചെയ്തു, സ്ട്രക്ചർ എഴുതി അല്ലേ. സ്ട്രക്ചർ എഴുതി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്തുള്ള ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ആഡ് ചെയ്യുക, സെമി കോളൻസും കറക്റ്റ് ഇട്ട് കൊടുക്കുക. നമുക്ക് അധികം ഇൻറ്റും ഫ്ലോട്ടും കയറുന്ന തന്നെയാണ് നോർമലി സാധാരണ വരുള്ളൂ. ഇനി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യുക, സ്ട്രക്ട് സ്റ്റുഡൻറ്റ് ഓഫ് എക്സ് ഇട്ട് കൊടുത്തു, എക്സ് വൈ എന്തെങ്കിലും ഇട്ട് കൊടുക്കാം. അപ്പോൾ എക്സിൻ്റെ അകത്ത് നമുക്ക് എന്തുണ്ട്, ഈ 3 കാര്യങ്ങളുണ്ടല്ലേ, ഐ ഡിയും നെയിമും മാർക്കുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ അകത്തേക്ക് വാല്യൂസൊക്കെ സ്വീകരിക്കാം, അതുപോലെ വാല്യൂസ് എന്ത് ചെയ്യുക, പ്രിൻറ്റ് ചെയ്ത് കാണിക്കാം. ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ സ്ട്രക്ചറിൻ്റെ അകത്ത് ഇല്ലത്. ഓക്കെ, ഇനി ഇതുപോലെ നമുക്ക് സ്ട്രക്ചറിൻ്റെ അരയൊക്കെ ആണെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ആദ്യം ചെയ്ത് നോക്കുക. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഒരിക്കലും സ്ട്രക്ചറിൻ്റെ ലൈക്ക് അര ചെയ്യുകയാണെങ്കിൽ ചെയ്യാൻ പാടുള്ളൂ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂസ്ഡ് ആവും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്ട്രക്ചറിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ടെക്നിക്ക്. ഇത് ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറേ ഓഫ് സ്ട്രക്ചേഴ്സ് ജസ്റ്റ് ഒന്ന് പറയാം. അത് അത്രക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് ഒരുപാട് സമയം ചിലവഴിക്കണ്ട, ജസ്റ്റ് അത് മനസ്സിലാക്കി പോവാം, സ്ട്രക്ചർ അറേ എന്നുള്ളത് കേട്ടോ. നമ്മളിവിടെ ചെയ്തെന്താണ്, ഒരൊറ്റ സ്ട്രക്ചറാണ് ക്രിയേറ്റ് ചെയ്തത് അല്ലേ, ഒരു എക്സ് എന്നുള്ള ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തു. ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, 10 ആക്കാം. ഓക്കെ, 10 ആക്കിയിട്ട് എന്ത് ചെയ്യാം, ഓരോരുത്തരും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. എക്സ് ഓഫ് 0 ഡോട്ട് ഐ ഡി ഈസ് ഈക്വൽ ടു 10, അതുപോലെ എക്സ് ഓഫ് 0. അപ്പോൾ ഫസ്റ്റത്തെ ഒരു ലൊക്കേഷനിലെ ആളാണ് വരിക. എക്സ് ഓഫ് 0 ഡോട്ട് മാർക്ക് ഈസ് ഈക്വൽ ടു 100. ഓക്കെ, ഇങ്ങനെ കൊടുത്തു. ഇനി എക്സ് ഓഫ് 0ൻ്റെ അകത്തേക്ക് നമ്മൾ വാല്യൂ ആഡ് ചെയ്തു. സിമിലർലി നമുക്ക് എന്ത് ചെയ്യാം, എക്സ് ഓഫ് 1. അപ്പം ഒരാൾക്ക് പകരം എന്ത് ചെയ്യും, ഒരുപാട് ആളുകളുണ്ടാവും. അപ്പോൾ എക്സ് വൈ സെഡ് ഇങ്ങനെ 10 കൊടുക്കുന്നതിന് പകരം അപ്പോൾ നമുക്ക് കൊടുക്കുക എക്സ് കോമ വൈ കോമ സെഡ് കോമ സി, കുറേ വേരിയബിൾ നെയിം കൊടുക്കുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ ഒരുമിച്ച് എന്ത് ചെയ്യാം, ഒറ്റ സംഗതിയായിട്ട് ഇങ്ങനെ കൊടുക്കാൻ പറ്റും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരേ വേരിയബിൾ, ഇപ്പോൾ എക്സ് എന്നുള്ള വേരിയബിളിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ മതി, ഇത് ഇൻഡെക്സ് കൂട്ടിയാൽ മതി. എക്സ് ഓഫ് 0 ആദ്യത്തെ ബോക്സ്, രണ്ടാമത്തെ ബോക്സ്, അങ്ങനെ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോകാൻ പറ്റും. അതിന് നമ്മൾ പ്രിൻറ്റ് ചെയ്യുമ്പോഴൊക്കെ ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ പ്രിൻറ്റ് ചെയ്തപ്പോഴും റീഡ് ചെയ്ത പോലെ പ്രിൻറ്റ് എഫിൽ നമ്മൾ ഇങ്ങനെ കൊടുത്തില്ലേ, സേ പെർസെൻറ്റേജ് ഡി കോമ എക്സ് ഡോട്ട് നമ്മൾ എന്ത് കൊടുത്തു, ഐ ഡി കൊടുത്തിരുന്നില്ലേ, അതുപോലെ എന്ത് മാറ്റിയാൽ മതി, എക്സ് ഓഫ് 0 ഡോട്ട് ഐ ഡി എന്ന് കൊടുക്കാം. അതതിൻ്റെ പ്രത്യേകത, 0 ഡോട്ട് ഐ ഡി. ഈ 10 പേര് ഒരുമിച്ച് പ്രിൻറ്റ് ചെയ്യാനും റീഡ് ചെയ്യാനൊക്കെ ഇതിൽ അടിപൊളിയായിട്ട് പറ്റും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അങ്ങനെ നമ്മൾ ചെയ്യാം, ഒരു ഫോർ ലൂപ്പ് ഇട്ട് കൊടുക്കുക. ഫോർ ഐ ഈക്വൽ ടു 0 ഐ ലെസ് ദെൻ 10 ഐ പ്ലസ് പ്ലസ്. നമുക്ക് എന്ത് ചെയ്യാം, ഓരോരുത്തർ പ്രിൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലേക്ക് നേരെ റീഡ് ചെയ്യാൻ പറ്റും. നമുക്ക് പറയാം സ്കാൻ എഫ് ഒക്കെ വേണമെങ്കിൽ ഒരുമിച്ച് കൊടുക്കുക. സ്കാൻ എഫ് 10 പേര് നമ്പർ ഒരുമിച്ച് റീഡ് ചെയ്യാനൊക്കെ നമുക്ക് പറയാം. സ്കാൻ എഫ്
പെർസെൻറ്റേജ് ഇത് നിങ്ങൾ കൂടുതൽ കൺഫ്യൂഷൻ ആവണ്ട. നമ്മൾ എസ്പെഷ്യലി എക്സാമിൻ്റെ ലാസ്റ്റ് ടൈം ആകുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ നിങ്ങൾക്ക് ചെയ്യാം. പെർസെൻറ്റേജ് ഡി കോമ എക്സ് ഓഫ് ഐ എന്ന് കൊടുക്കാം. നമ്മൾ എക്സ് ഓഫ് ഐ സേ ഡോട്ട് നെയിം. ഓക്കെ, അപ്പോൾ അവിടെ എന്ത് ചെയ്യും, അല്ലെങ്കിൽ എക്സ് ഓഫ് ഐ കോമ ഐ ഡി മാത്രം റീഡ് ചെയ്തു. അതുപോലെ എന്ത് ചെയ്യാം, പിന്നെ അടുത്ത ആളെ സെയിം ആളുടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐ ഡി ചോദിക്കാം, മാർക്ക് ചോദിക്കാം, നെയിമൊക്കെ ചോദിക്കാം. എക്സ് ഓഫ് ഐ ഡി കോമ എക്സ് ഓഫ് ഐ കോമ ഡോട്ട് മാർക്ക്. ഓക്കെ, അതുപോലെ നെയിം അല്ലേ, 3 കാര്യങ്ങൾ. ഇത് പെർസെൻറ്റേജ് എഫ് ആണ്, പെർസെൻറ്റേജ് എസ് ആണ്, നെയിം. അപ്പോൾ ഒരാളുടെ റീഡ് ചെയ്യണ കോഡ് എഴുതിയാൽ മതി. ഓക്കെ, നമുക്കിങ്ങനെ പറയാം, പ്രിൻ്റ് എഫ് എൻ്റർ ഡീറ്റെയിൽ ഓഫ് പെർസെൻറ്റേജ് ഡി കോമ ഐ പ്ലസ് 1 ith സ്റ്റുഡൻറ്റ്, ഇങ്ങനെയൊക്കെ പറയാം. ഇത്രാമത്തെ സ്റ്റുഡൻറ്റിനെ എൻ്റെ ഡീറ്റെയിൽസ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാതും എന്ത് ചെയ്യും, ഒരുമിച്ചാണ് റീഡായിട്ട് പോകും. ഇങ്ങനെ കുറേ അഡ്വാൻറ്റേജ് എന്തുണ്ട് നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ കൊടുക്കുന്നതിലുണ്ട്. ഓക്കെ, നമുക്കിവിടെ ഇൻ്റായി ഡിക്ലെയർ ചെയ്യാം. the details of ith സ്റ്റുഡൻറ്റ് പ്രിൻ്റ് എഫ്. പൈത്തൺ ചെയ്ത് പരിചയമായി കഴിഞ്ഞാൽ പ്രശ്നമായിരിക്കും, നിങ്ങൾക്കൊക്കെ വരും. പ്രിൻ്റ് എഫിൻ്റെ പകരം എന്ത് ചെയ്യും, അവിടെ പ്രിൻ്റ് വരും. ഫസ്റ്റ് സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞു, ഐ ഡി കൊടുത്ത് നമ്മൾ മാർക്ക് കൊടുത്തു, അങ്ങനെ ഓരോന്നോരോ കൊടുത്തിട്ട് പോകും. ഓക്കെ, ഇവിടെ നമ്മൾ ആംപ്രസൻറ്റ് കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് അവിടെ സെഗ്മെൻറ്റേഷൻ ഫോൾട്ട് വന്നത്. ഓക്കെ, ആംപ്രസൻറ്റ് പെർസെൻറ്റേജ് എസിന് ആംപ്രസൻറ്റ് ആവശ്യമില്ല, ബാക്കിയുള്ളതിന് എന്ത് ചെയ്യണം, ആംപ്രസൻറ്റ് വേണം റീഡ് ചെയ്യുമ്പോൾ. സ്റ്റുഡൻറ്റ് ഐ ഡി 1 ആണ്, ആളുടെ മാർക്ക് എന്താണ് 100 ആണ്, ആളുടെ നെയിം എന്താണ് സേ സംതിങ്. സെക്കൻഡ് സ്റ്റുഡൻറ്റിൻ്റെ ഐ ഡി മാർക്കാണ്, പേര് ഞാൻ എളുപ്പത്തിന് വേണ്ടി നമ്പേഴ്സ് തന്നെ കൊടുത്തു പോവാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓരോരുത്തരും എന്ത് ചെയ്യാൻ പറ്റും, 10 പേരെ ഒരുമിച്ച് എന്ത് ചെയ്യാൻ പറ്റും, റീഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി 10 എന്നുള്ള ഞാൻ എന്ത് ചെയ്യണം, ചുരുക്കിയിട്ട് എന്ത് ചെയ്യണം, നമുക്ക് 3 കൊടുക്കാം. അതുപോലെ റീഡ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇത് നേരെ പ്രിൻറ്റ് ചെയ്തും കാണിക്കാം. അപ്പോൾ നമ്മൾ റീഡ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, സെയിം ഫോർ ലൂപ്പിന് ഉപയോഗിക്കുക. എന്നിട്ട് ഡീറ്റെയിൽ ഓഫ് നമുക്കാണെങ്കിൽ സ്റ്റുഡൻറ്റ് 1 അങ്ങനെ കൊടുക്കാം. 8th സ്റ്റുഡൻറ്റ് സ്റ്റുഡൻറ്റ് 1 പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ അവിടെ അതിൻ്റെ വാല്യൂ വരും. നമ്മളിവിടെ എന്ത് ചെയ്യുക, പ്രിൻ്റ് എഫിൻ്റെ സ്കാൻ എഫിൻ്റെ ഓരോന്നോരോന്ന് പ്രിൻറ്റ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒരുമിച്ച് പ്രിൻറ്റ് ചെയ്യാം. പ്രിൻ്റ് എഫ് അതെന്തായിരുന്നു, ഐ ഡി അല്ലേ, ഐ ഡി മാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ലൈക്ക് പ്രാക്ടിക്കലി ഇത് ഒരുപാട് യൂസ് ചെയ്യുന്ന സംഗതിയാണ് കേട്ടോ. ഈ ലൈക്ക് ഇനി ഇൻ്റർവ്യൂസിൽ വരെ രൂപത്തിലൊക്കെ ചോദിക്കും. മാർക്ക് നെയിം ഓക്കെ, അപ്പോൾ 3 പേരുടെ ഡീറ്റെയിൽ റീഡ് ചെയ്യാം, 3 പ്രിൻറ്റ് ചെയ്യാം. എൻ്റെ ഡീറ്റെയിൽ ഫസ്റ്റ് സ്റ്റുഡൻറ്റ് ഐ ഡി മാർക്ക് നെയിം ഐ ഡി മാർക്ക് നെയിം ഐ ഡി മാർക്ക് നെയിം. ഓക്കെ, സ്റ്റുഡൻറ്റ് 1ൻ്റെ എന്താണ് ഐ ഡി ആണ്, അതിൻ്റെ പിന്നെ മാർക്കും കാര്യമൊക്കെ അവിടെ വരണം. നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം, പ്രിൻ്റ് എഫ് ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, മാറ്റിയിട്ടില്ല, പ്രിൻ്റ് എഫ്. റൺ ചെയ്ത് നോക്കാം. ഐ ഡി മാർക്ക് നെയിം കൊടുത്തു, ഐ ഡി മാർക്ക് നെയിം കൊടുത്തു, ഐ ഡി മാർക്ക് സംതിങ് കൊടുത്തു. ഓക്കെ, അവിടെ കാണാൻ പറ്റുമല്ലേ, സ്റ്റുഡൻറ്റ് 1ൻ്റെ ഐ ഡി മാർക്ക് നെയിം, സ്റ്റുഡൻറ്റ് 2ൻ്റെ ഐ ഡി മാർക്ക് നെയിം, സ്റ്റുഡൻറ്റ് 3ൻ്റെ ഐ ഡി മാർക്ക് നെയിം മനസ്സിലുണ്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരുമിച്ച് ഒരുപാട് പേരെ ഒറ്റ ടൈം മാനേജ് ചെയ്യാനാണ് സാധാരണ എന്ത് ചെയ്യുക, സ്ട്രക്ചർ യൂസ് ചെയ്യുക. അവിടെ എന്താണ് ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ എന്ത് ചെയ്യണം, പ്രിൻറ്റ് ചെയ്ത് കാണിക്കണം. അവിടെ എന്ത് ചെയ്യണം, ഡീറ്റെയിൽസ് എല്ലാം എന്ത് ചെയ്യണം, ഇവിടെ റീഡ് ചെയ്യണമല്ലേ. അപ്പോൾ നമുക്ക് ഒറ്റ വേരിയബിൾ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ, പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം, 10 എത്ര സ്റ്റുഡൻസിനെ വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുമിച്ച് റീഡ് ചെയ്യാനും പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഒന്നുകൂടി വൃത്തിയാക്കിയിട്ട് ആണെങ്കിൽ ഇവിടെ എൻ്റർ ഓരോ സ്കാനഫിൻ്റെ മുന്നേ എൻ്റർ ഐ ഡി, എൻ്റർ മാർക്ക്, എൻ്റർ നെയിം അങ്ങനെയൊക്കെ പ്രിൻ്റ് എഫിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഒന്നുകൂടി വൃത്തിയിൽ എന്ത് ചെയ്യും, യൂസർ ഇൻ്റർഫേസ് വർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ രൂപത്തിലാണ് നമ്മളെ ഒരു സ്ട്രക്ചറിൻ്റെ അറയുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബേസിക്കലി ഒരു സ്ട്രക്ചറിൻ്റെ അകത്ത് പറയാനുള്ളത്. ഓക്കെ, അതുപോലെ സ്ട്രക്ചർ നമ്മൾ പറഞ്ഞ സ്ട്രക്ചറിൻ്റെ അറേ കൂടെ പറഞ്ഞു. ഇനി അതിൽ നമുക്ക് യൂണിയൻ എന്താണെന്ന് പറയാനുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് നമുക്ക് നോക്കാം, യൂണിയൻ എന്താ നോക്കാം.
യൂണിയൻ എന്ന് പറയുന്നില്ല, അറ്റ് എ ടൈം ഇപ്പോൾ നമ്മൾ സ്ട്രക്ചറിൻ്റെ കേസ് പറഞ്ഞല്ലോ, എന്താണ് ഇതിൽ ഡിഫറെൻറ്റ് ഷെൽഫുകളുണ്ടല്ലേ. ഇപ്പം ഐ ഡി നമ്മൾ കാണിച്ചില്ല, ഐ ഡി അതുപോലെ നെയിം അതുപോലെ എന്താണ് മാർക്ക് അല്ലേ, 3 കാര്യങ്ങൾ പറഞ്ഞു, ഇതെല്ലാം സ്റ്റോർ ചെയ്യാം. പക്ഷേ സ്ട്രക്ചറിൻ്റെ യൂണിയൻ്റെ പ്രത്യേകത മാത്രമേ ഉള്ളൂ, അറ്റ് എ ടൈം 3 എന്ത് ചെയ്യാൻ പറ്റില്ല, സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അറ്റ് എ ടൈം ഒരെണ്ണേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. 3 സ്ലോട്ട് ഉണ്ടെങ്കിലും അതിൽ ഏറ്റവും വലിയ സ്ലോട്ടിനെ സേവ് ചെയ്താണ്. അപ്പോൾ നെയിമാണ് ഏറ്റവും വലിയ സ്ലോട്ട് ഉണ്ടെങ്കിൽ ഒറ്റ സ്ലോട്ട് അവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവുള്ളൂ, സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഒന്നുകിൽ എന്ത് ചെയ്യാം, ഐ ഡി സ്റ്റോർ ചെയ്യാം, അല്ലെങ്കിൽ നെയിം സ്റ്റോർ ചെയ്യാം, അല്ലെങ്കിൽ മാർക്ക് സ്റ്റോർ ചെയ്യാം. 3 ഒരുമിച്ച് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. ഒരെണ്ണം സ്റ്റോർ ചെയ്യുമ്പോൾ അടുത്ത ഫീൽഡ് ഓട്ടോമാറ്റിക് എന്താവും, കട്ടാവും. ഇത് മാത്രമാണ് ഇതിലും പ്രത്യേകത ഉള്ളത്. ചില സാഹചര്യത്തിൽ നമുക്ക് മെമ്മറി സേവ് ചെയ്യേണ്ട ആവശ്യം വരും, ഒരുപാട് മെമ്മറി വേസ്റ്റ് ആക്കാതൊക്കെ യൂസ് ചെയ്യേണ്ട ആവശ്യങ്ങളൊക്കെ വരും. അപ്പോൾ സമയത്ത് നമ്മൾ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം, യൂണിയൻ്റെ പേര് മെമ്പേഴ്സിനെ സ്ട്രക്ചറിനകത്ത് കൊടുത്ത പോലെ തന്നെ കൊടുക്കുക. യൂണിയൻ എന്നാണ് പകരം യൂസ് ചെയ്യുക, സ്ട്രക്ചർ യൂസ് ചെയ്യുക, യൂണിയൻ യൂസ് ചെയ്യും, ഡാറ്റ സംഗതികളൊക്കെ കൊടുക്കുക. ഇത് മാത്രമേ എന്തുള്ളൂ, മാറ്റുള്ളൂ. പിന്നെ അതിന് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഈച്ച് മെമ്പർ ഹാസ് ഇറ്റ്സ് ഓൺ മെമ്മറി ലൊക്കേഷൻ. സ്ട്രക്ചറിൽ സ്വന്തമായിട്ട് എല്ലാവർക്കും മെമ്മറി ഉണ്ട്, ഷെൽഫ് ഉണ്ട്. മറ്റിൽ എന്തില്ല, എല്ലാവർക്കും കൂടി ഷെയർ ചെയ്തൊരു ബെഡ് സ്പേസ് പോലെ ഒരു സ്ഥലമുള്ളൂ. അത് ഒരാൾ വന്നു കഴിഞ്ഞാൽ മറ്റുള്ള എന്തെങ്കിലും ഇറങ്ങിപ്പോകണം ആ രൂപത്തിൽ വരെ. പിന്നെ സൈസ് ഓഫ് സ്ട്രക്ചർ, സം ഓഫ് സൈസ് ഓഫ് ഓൾ മെമ്പേഴ്സ്. അതായത് നമ്മളിപ്പോൾ ഇവിടെ ഐ ഡിയും കാര്യമൊക്കെ പറഞ്ഞല്ലോ, അപ്പോൾ ഓരോന്നിനും എത്ര സൈസ് വേണം. ഇപ്പോൾ ഇവിടെ 2 bytes വേണം, 2 bytes വേണം, 4 bytes വേണം. ടോട്ടൽ ആ വാല്യൂ ആണ് എന്ത് ചെയ്യുക, നമുക്ക് മൊത്തമാണ് സൈസ് വരിക. അവിടെ യൂണിയൻ്റെ കേസിലാണെങ്കിൽ ഇപ്പോൾ 2 to 4 ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, എല്ലാം കൂടി ഏറ്റവും ലാർജസ്റ്റ് ആരാണുള്ളത് ആ സൈസ് മാത്രമേ ഇവിടെ എന്ത് ചെയ്യുള്ളൂ, അലോട്ട് ചെയ്യുള്ളൂ. അതാണ് ഡിഫറൻസ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ സ്ട്രക്ചർ ആൻഡ് യൂണിയൻ്റെ അകത്ത് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. യൂണിയൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അവിടെ ചെയ്യുന്നത് എന്താണ്, നമ്മൾ സ്ട്രക്ചർ എന്ന് പറയുന്ന പോലെ എന്ത് ചെയ്യുക, യൂണിയൻ എന്ന് പറയാം. യൂണിയൻ ഇതേ മാറ്റുള്ളൂ കേട്ടോ. ഇവിടെയൊക്കെ നമുക്ക് സ്ട്രക്ചർ യൂസ് ചെയ്യാൻ അതേപോലെ തന്നെയാണ്, മാറ്റം ഒരേ സമയം ഒരാളെ എന്ത് ചെയ്യുള്ളൂ, യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൻ്റെ എക്സാമ്പിൾ നമുക്കത് മാറ്റി കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ സ്ട്രക്റ്റ് എന്നുള്ളതിന് പറയുമ്പോൾ എന്ത് ചെയ്യുക, യൂണിയൻ സ്റ്റുഡൻറ്റ് എന്താണ്, എക്സ് ആണ്. ഇവിടെ എന്ത് എക്സ് ഡോട്ട് ഐ ഡി ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാം, 10 കൊടുക്കാം. സ്ട്രക്റ്റ് അല്ല, യൂണിയൻ സ്റ്റുഡൻറ്റ് ടൈപ്പോ റെഡിയാക്കി, യൂണിയൻ സ്റ്റുഡൻറ്റ്. അപ്പോൾ എക്സ് ഡോട്ട് ഐ ഡി ഈസ് ഈക്വൽ ടു 10 നമുക്ക് എന്ത് ചെയ്യാം, പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, ഐ ഡി ഈസ് %d, x dot id. ഓക്കെ, ഐ ഡി എന്നുള്ളത് 10 തോന്നുന്നു. ഇനി നമുക്കിവിടെ മാർക്ക് ഉണ്ട്, പക്ഷെ ഇവിടെ അറ്റ് എ ടൈം എന്ത് ചെയ്യില്ല. ഇനിയിപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്തു, എക്സ് ഡോട്ട് മാർക്കിലേക്ക് ഒരു വാല്യൂ കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, ഐ ഡിൻ്റെ വാല്യൂ ഇവിടെ പോയിട്ടുണ്ട്. കണ്ടോ, ഐ ഡിൻ്റെ വാല്യൂ വേറെ എന്തോ ഒരു വാല്യൂ വന്നത്. കാരണം എന്ത്, മാർക്ക് അറ്റ് എ ടൈം പറഞ്ഞാൽ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ മാർക്ക് ഏറ്റവും അവസാനം കൊടുത്ത ആളാരാണോ, മാർക്കാണ്. അപ്പോൾ മാർക്കിന് നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റായിട്ട് കിട്ടും, കുഴപ്പമില്ല അല്ലേ. ഓക്കെ, ഇത് ഫ്ലോട്ടാണ്, ഫ്ലോട്ടായിട്ട് കൊടുത്താൽ കിട്ടും. %f കൊടുത്താൽ എന്ത് ചെയ്യും, കിട്ടും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, 10 കിട്ടി അല്ലേ. ഈ ലാസ്റ്റ് യൂസ് നമ്മൾ നെയിം ആണെങ്കിൽ എന്ത് നെയിം ഇടും. അപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ അസൈൻ ചെയ്ത വാല്യൂ ആരാണോ അയാളെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡയറക്റ്റ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് മാത്രമാണ് യൂണിയനിലെ ഡിഫറൻസ്. വേറെ ഡിഫറൻസുകളൊന്നും അതിൻ്റെ അകത്തില്ല. മെമ്മറി എന്താണ്, കുറവാണ്. മീൻസ് മറ്റേതിൻ്റെ അത്ര സ്ട്രക്ചറിലാണെങ്കിൽ ഇപ്പം 10 വേരിയബിൾ ഉണ്ട്, 10ന് 2 ബൈറ്റ് ഉണ്ടെങ്കിൽ 2 5 2 10 20 ബൈറ്റ് അവിടെ എന്ത് ചെയ്യണം, ഹോൾഡാക്കി വെക്കും ഫുൾ ടൈം. അപ്പോൾ ഇതിനാകുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അതിൽ ഏറ്റവും വലിയ സ്പേസ് ആരാണ് യൂസ് ചെയ്യുന്നത്, ആ ഒരൊറ്റ സ്പേസ്. ഇപ്പം 4 ബൈറ്റുള്ള ഒരു നെയിം എന്നുള്ള, അല്ലെങ്കിൽ 20 ബൈറ്റുള്ള ഒരു നെയിം എന്നുള്ള ഒരാളാണ് അവിടെ ഏറ്റവും വലുതുള്ളത്. അപ്പോൾ അയാളെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഫുൾ ടൈം മാക്സിമം യൂസ് ചെയ്യുള്ളൂ. ഓക്കെ, ബാക്കിയുള്ള എന്ത് ചെയ്യില്ല, യൂസ് ചെയ്യില്ല എന്നുള്ളത് അതിൻ്റെ അഡ്വാൻറ്റേജ്. അപ്പോൾ അതാണ് നമ്മുടെ യൂണിയൻ. ഓക്കെ, അപ്പോൾ ഡിഫറൻസ് മനസ്സിലാക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.